ഭൂതം ഭാവി കൈരേഖശാസ്ത്രം ഹസ്തശാസ്ത്രം മുഖലക്ഷണം. കൈ നോക്കി കാര്യങ്ങൾ സിനിമ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ. ഈ കൈ നോക്കി. ഈ കൈ നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ കരിയലിൽ മൂത്രം ഒഴിക്കുമ്പോ പറ സൗണ്ട് കേൾക്കാറുണ്ടോ? രാത്രി കിടന്നുറങ്ങുമ്പോ കണ്ണടയ്ക്കാറുണ്ടോ? എന്റെ അമ്മേ, ചിരിക്കുമ്പോ പല്ല് പുറത്ത് കാണാറുണ്ടോ? ഇത് തന്നെയാണ് നിന്റെ അസുഖം. നീ ഇയാളെ കാണണ്ട, നീ വല്ല മാനസിക ഡോക്ടർ പോയി കാണും. എന്നാ ചേട്ടന്റെ കൈ നോക്കട്ടെ. ചേട്ടന്റെ കൈ നോക്കണ്ട, എന്റെ മുഖം നോക്കി ലക്ഷണം പറയൂ. മുഖം കരിങ്കുറുങ്ങിന്റെ മാതിരി കറുപ്പാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെള്ളയാണ്. ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് ചേട്ടന് പാരയായി തന്നെ വരും. കർത്താവേ, എടാ ഇയാൾ എത്ര കറക്റ്റായിട്ട് കാര്യം പറയണേ. ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരൻ ഒരു പെഗ് മേടിച്ചു കൊടുത്തും അത് കുടിച്ചതും അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചോടാ. അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. നിന്നെ കണ്ട ആർക്കായാലും തന്തയ്ക്ക് വിളിക്കാൻ തോന്നും. ബാസ്റ്റഡ്. ഞാൻ കുത്തു വെച്ചു കേട്ടോ. ചേട്ടേ, ഇനി എന്റെ കൈ ഒന്ന് നോക്കിയേ. ഇതൊരു അത്ഭുത കൈയാണല്ലോ. ആയുർ രേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ ഒന്നുമേ കാണല്ലേ. അയ്യോ, അതാരുണ്ടേ? നീ എടുത്തറാ. ഇവന്റെ ആയുസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഓയിലിൽ കലങ്ങിപ്പോയതാ. ഇപ്പൊ വെറും കരുതിയ പോലെ. ശരിയാ. എന്താ ഇവിടെ? വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ ജോലി ചെയ്യാതെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഏതായി ആസാമി? എന്താ ഇയാളുടെ വണ്ടിക്ക് രോഗം? ഡോക്ടർ, നല്ല കണ്ടീഷൻ ജോലിസിനാ. മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ ബടി ബടി പോലെ പറയും. ആമാ സാർ, കറക്റ്റ് ആയിട്ട് പറയും. ആഹാ, എന്നാൽ എന്റെ മുഖത്ത് നോക്കി പറ. ഒഴിഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടക തരുന്ന ഒരു കണ്ടീഷൻ പാർട്ടിയെ കിട്ടോ? ഏത് കണ്ടീഷൻ പാർട്ടി? കിടക്കും സാർ. ആദർശധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ, ആരായിരിക്കാം മഹാഭാവി? ആനാ ഒരു ചിന്ന പ്രശ്നം. അയൽവാസി ആരോ അവർക്ക് അവൻ പാരയായിരിക്കും. ഐ ഡോണ്ട് കെയർ. അതെനിക്കൊരു പ്രശ്നമല്ല. ഈ അലവലാദികൾ തന്നെയാണ് അവിടുത്തെ ദരിദ്രവാസികൾ. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്തക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണോ പരിപാടി? ഒരു കാര്യം പറഞ്ഞേക്കാം, സമയം എടുക്കരുത്. പോയ സാറ് ரொம்ப കോപക്കാരനാണേലും മുഖത്ത് രാജയോഗം ഉണ്ട്. വെറുതെ. ആനയും അമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേറും. അപ്പൊ അതുമല്ല ആനപ്പാപ്പന്റെ മോളായിരിക്കും. ആമാ സാർ. പോത്ത് പോലെ എന്താ വക്കീലേ, നന്ദിനിക്കുട്ടി വന്നില്ലേ? അഡ്വക്കേറ്റ് പൗലോസ് മണവാളൻ ഒരു കാര്യം ഏറ്റതാ. പിന്നെ അതിൽ അപ്പീലില്ല. എന്താ എല്ലാവരും പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണേ? ഈശ്വര, വിശ്വസിക്കാനേ കഴിയണില്ല. ഇത് നമ്മുടെ നന്ദിനിക്കുട്ടി തന്നെയാണോ? ഒരു വിശ്വാസക്കുറവും വേണ്ട. കാർത്യായനി കുഞ്ഞമ്മയുടെയും ദേവിക കുഞ്ഞമ്മയുടെയും ഒരേ ഒരു സഹോദരൻ മാധവ മേനോന്റെ ഒരേ ഒരു മകൾ നന്ദിനിക്കുട്ടി തന്നെ ഇത്. അതിന് ഞാൻ ഗ്യാരണ്ടി, ലൈഫ് ടൈം ഗ്യാരണ്ടി. എന്റെ മനസ്സിൽ ഇപ്പോഴും ഇച്ചിരി പോന്ന കുട്ടിയാ. കുട്ടി കാനഡയിൽ തന്നെയാണോ വരുന്നത്? എന്താ ശങ്കരമേനെ അങ്ങനെ ഒരു ചോദ്യം? അല്ല, മാനത്തെന്നെങ്ങാനും പൊട്ടി വീണതാണോ എന്നൊരു സംശയം. സംശയിക്കണ്ട, കാനഡയിൽ നിന്ന് മാനത്തേക്ക് പറന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങിയതാ. എന്തൊരു ചിരി. അല്ല, ഇങ്ങനെ വിശേഷങ്ങൾ മുഴുവൻ വാതിക്കെ തന്നെ നിർത്തി ചോദിച്ച് ശ്വാസം മുട്ടിക്കണമെന്നില്ല. നന്ദിനി നീ എവിടെയും പോളില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. ഈശ്വര, അതങ്ങ് മറന്നു. അവിടെ തന്നെ നിൽക്കേ. അയ്യോ, ആരുടെയൊക്കെ കണ്ണുവിട്ടിട്ടുണ്ടോ എന്തോ. അമ്മൂട്ടി ഒഴിഞ്ഞ എന്നെ ഓർമ്മയുണ്ടോ നന്ദിനിക്ക്? കാർത്തിയാനി അമ്മയുടെ ഡോട്ടർ അമ്മക്കുട്ടി ചേച്ചി. എന്നെ മനസ്സിലായോ? ഞാൻ വിചാരിച്ചേ കാനഡയും തിരിച്ചു വരുമ്പോഴത്തേക്കും മലയാളം പോലും ഓർമ്മയുണ്ടാവത്തില്ലെന്ന്.
എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട്. ദേവകി അമ്മായി, ശേഖരമ്മാമ, കാർത്യാനി അമ്മായി, ശങ്കരമ്മാമ, അമ്മ ചേച്ചി. പറഞ്ഞ പോലെ രാജേന്ദ്രൻ അവിടെ അവൻ എന്തോ കാര്യത്തിന് തിരുവനന്തപുരത്ത് പോയിരിക്കുക. അതെന്തൊരു പണിയാ കാണിച്ചത്? നന്ദിനി ഇന്ന് എത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. പുള്ളിക്കാരന്റെ കാര്യമൊന്നും പറയണ്ട. നന്ദിനി വാ. ഇതാ നന്ദിനിക്കുട്ടിയുടെ മുറി. എങ്ങനെയുണ്ട്? അവിടുത്തെ പോലെ സൗകര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ രണ്ടുമൂന്ന് പെട്ടി ഗോവണി വെച്ചാനുണ്ടെങ്കിൽ എന്റെ അടുക്കള കൂട്ടി പോകും കുഞ്ഞ്. ഞാൻ സഹായിക്കാം. ഞങ്ങൾ എടുത്തു വെച്ചോളാം. നന്ദിനി ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകെ. ഓക്കെ.